ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ജൂൺ 11 ഒരു ബുധനാഴ്ച. രണ്ടാഴ്ചത്തെ വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് കാനഡയ്ക്ക് പോവാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരുടെ പള്ളി പോയിട്ട് വീട്ടിൽ ചെന്ന് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങി. എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കാനായിട്ട് ലാവനും പപ്പിയാനിട്ട് എന്റെ കൂടെ വന്നു. കറക്റ്റ് ഞാൻ പോകുന്നതിന് 2 ദിവസം മുന്നേ അമ്മയ്ക്ക് ചുമയും പനിയൊക്കെ പിടിച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് എയർപോർട്ടിൽ വരാനായിട്ട് പറ്റിയില്ല. അതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. ഇതത്ര ചെറിയ യാത്രയൊന്നുമല്ല, 45 മണിക്കൂറാണ് ഇനി എനിക്ക് മുമ്പിലേക്കുള്ളത്. അതൊന്നും പോരാത്തതിന്റെ രാവിലെ തന്നെ എനിക്ക് പീരിയഡ്സ് ആവുകയും ചെയ്യും. ഇനി ഈ 2 ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ. 2 ദിവസം കഴിയുമ്പോൾ ഇവനും കയറി പോകാനുള്ളതാണ് ജർമ്മനിക്ക്. നമുക്ക് മലയാറ്റൂർ വഴി എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നല്ല എളുപ്പം. ഇങ്ങോട്ട് വരുന്ന പോലെ അത്ര ഹാപ്പി അല്ലായിരുന്നു തിരിച്ചു പോകാനായിട്ട്. കാര്യം 2 ആഴ്ചത്തെ കുഞ്ഞു ട്രിപ്പ് ആയിരുന്നെങ്കിലും പെട്ടിക്കും വെയിറ്റിനൊന്നും ഒരു കുറവുണ്ടായിരുന്നു. എയർപോർട്ടിലെത്തി ഈ പെട്ടിയൊക്കെ തള്ളി ഇങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ പോവാണ് എന്നൊരു ബോധം മനസ്സിലായി. പിന്നെ 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച വരാൻ പറ്റില്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. ഇതൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ. തിരിച്ച് കാനഡയിൽ ചെന്നിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കാണിക്കാനായിട്ട് ഞാൻ എല്ലാത്തിന്റെയും വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കും സ്ക്രീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ പതിവിലും ഭയങ്കര നേരത്തെയാണ് എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചുമ്മാ കുറെ നേരം ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നു. പിന്നെ 1-2 കടയിലൊക്കെ പോയി പിന്നെ TV ഒക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ റാപ്പ് ആൻഡ് റോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഈ ഒരു ചിക്കൻ സബ് വാങ്ങി. ഓഫ് കോഴ്സ് എല്ലാത്തിനും പുറത്തുള്ളതിന്റെ ഇരട്ടി വിലയായിരിക്കും ഇവിടെ. നമുക്ക് ആവശ്യം കൂടുന്നോറും അതിന്റെ വിലയും കൂടിക്കൊണ്ടിരിക്കും. എനിവേസ് അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു. അത്യാവശ്യത്തിന് വിശപ്പൊക്കെ മാറി എല്ലാം സെറ്റായി ഞാൻ തിരിച്ചവിടെ പോയി. ഞാൻ ഈ ഒരു ജേർണി ഒരു ലോങ് വീഡിയോ ആക്കി എടുക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? മേ ബി ഇതൊരു ഫ്ലൈറ്റിലെ കയറാത്തവർക്കും എയർപോർട്ടിൽ കയറാത്തവർക്കും അല്ലെങ്കിൽ ഇത്രയും ലോങ് ജേർണി ഒന്നും പോകാത്തവർക്കും ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, എങ്ങനെയായിരിക്കും ഇതൊക്കെ, ഇത്രയും ലോങ് ജേർണി കഷ്ടപ്പാടാണോ എന്നൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ചൂടെടുക്കാണ്. എനിക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ പതിവിലും കുറച്ചുകൂടെ നേരത്തെ വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഏർലിയാണ്. തിരിച്ചു ചെന്നിട്ട് എനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ജോലിക്ക് കയറണം. എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ടൈമില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ആയിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിലവിൽ. ഇനി ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ എനിക്ക് മോൺട്രിയലിൽ നിന്ന് എൻ്റെ ബാഗൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത് ഡബിൾ ടെൻഷനാണ്, സ്ട്രെസ്സാണ്. ബിക്കോസ് 2 ഫുൾ ബാഗ് 23 kg 2 ചെക്കിങ് ബാഗുകളും പിന്നെ എൻ്റെ 2 ബാഗ് തന്നെ ഉണ്ട്. എൻ്റെ ഒരു ചെറിയ ക്യാരി ഓൺ ബാഗും പേഴ്സണൽ ഐറ്റവും പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ മോൺട്രിയലിൽ നിന്ന് എടുത്ത് വീണ്ടും വിന്നിപെഗിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് വിട്ടണം. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോഴത്തേക്കും എന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഇതാ ലൈനപ്പ് തുടങ്ങി. ഞാനിങ്ങനെ ഒത്തിരി തിരക്ക് പിടിച്ചൊന്നും അല്ല പോയത്. കാരണം എപ്പോൾ ചെന്നാലും നമ്മുടെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് പരിചയമില്ലാത്ത മലയാളികളെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ക്യാമറ ഒക്കെ എടുത്ത് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. ഒരു ചമ്മല് നാട്ടിൽ നിന്ന് പോരുന്നവരെ എനിക്കുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. ഒരു സീറ്റ് പോലും ഫ്രീ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാബിൻ ക്രൂ ഒക്കെ വന്ന് എല്ലാം എടുത്ത് സെറ്റാക്കി എല്ലാം സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി. ഞാൻ ഈ നെക്ക് പില്ലോ എപ്പോഴും കയ്യിൽ ഇങ്ങനെ വെക്കും, ജസ്റ്റ് ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി ഞാൻ യൂസ് ആക്കത്തൊന്നുമില്ല എന്നാലും. പിന്നെ അത് ആ ബാഗൊക്കെ അടിയിൽ സേഫ് ആക്കി എടുത്ത് വെച്ചു. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ബാക്കിലുള്ള ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് ഉള്ളിലുള്ള സങ്കടവും വിഷമൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒത്തിരി വൈകാതെ തന്നെ നമുക്ക് ഫുഡ് എത്തി. ഈ ഇൻഡിഗോ കണ്ടപ്പോഴാണ് ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാൻ മറന്നു എന്ന് ഓർത്തു. കൊച്ചി ടു ദോഹ ഇൻഡിഗോ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ ഖത്തർ എയർവേസിൽ ടു മോൺട്രിയൽ, മോൺട്രിയലിൽ നിന്ന് എയർ കാനഡ ടു വിന്നിപെഗ്. അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മനസ്സിൽ റെഡിയാക്കി വെക്കാറുണ്ട്. ഇന്നിപ്പോ കിട്ടിയത് ഒരു ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഒരു സ്നാക്കിന്റെ കിറ്റും. ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ടർബുലൻസ്. അപ്പോഴത്തേക്കും അനൗൺസ്മെന്റ് ഒക്കെ വന്നു, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ കരച്ചിലും തുടങ്ങി, ആൾക്കാരൊക്കെ സംസാരിക്കാനും തുടങ്ങി. എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല, പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ഞാൻ ഫുഡ് കഴിച്ച് തീർത്തു. പൊതുവെ ഫ്ലൈറ്റിൽ നിന്നുള്ള ഫുഡ് എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. ഇതാണ് സാൻഡ്വിച്ചിന്റെ കൂടെ കിട്ടിയൊരു കിറ്റ്. അതിന്റെ കൂടെ ഈ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, ഒരു ചിയ സീഡ്സിന്റെ. സംഭവം ഹെൽത്തി ഒക്കെയാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൂടെ കോഫിയും ചോദിച്ചു കേട്ടോ. ഈ ഫ്ലൈറ്റിൽ മാത്രമാണ് എനിക്ക് കോഫിയിൽ എന്തോരം ഷുഗർ വേണം, ക്രീം വേണം എന്നുള്ളതിന്റെ ചോയ്സ് ഒന്നും ഇല്ലാതിരുന്നു. ഞാൻ കോഫി പറഞ്ഞു, അവരെന്നോട് ഒന്നും ചോദിച്ചില്ല, നേരെ എനിക്ക് കോഫി ഉണ്ടാക്കി തരാണ് ചെയ്തത്. കോഫി അടിപൊളിയൊക്കെ ആയിരുന്നു, പക്ഷേ ഇത്രയും ഷുഗർ എനിക്ക് ഇത്തിരി ഓവറാണ്. പക്ഷേ ചൂടുള്ള എന്തെങ്കിലും അകത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ അത് കുടിച്ചു. ഈ ഫ്ലൈറ്റ് 4.5 hours ലോങ്. ഉറങ്ങാന്ന് വിചാരിച്ച് കുറച്ചു നേരം കണ്ണൊക്കെ അടച്ച് കിടന്നു, പക്ഷെ നടന്നില്ല. അപ്പോഴത്തേക്കും ദോഹ ലാൻഡ് ചെയ്യും. ദോഹയിൽ അന്നേരം 6:40 PM ആയിരുന്നു, സൺസെറ്റിന്റെ ടൈം ആയിരുന്നു. കാര്യം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തുള്ള സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ലോങ് ഫ്ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള 2 പേരെ ശല്യപ്പെടുത്തി ബുദ്ധിമുട്ടിപ്പിച്ച് എഴുന്നേപ്പിച്ച് നമുക്ക് പുറത്തിറങ്ങേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ സീറ്റാണ് ഇഷ്ടം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത നെക്സ്റ്റ് സെക്കൻഡ് തൊട്ട് ഏറ്റവും ബാക്കിലുള്ള ആൾക്കാർ വരെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് വെയിറ്റ് ചെയ്യാൻ. മേളിൽ നിന്ന് എന്റെ ക്യാരി ഓൺ ബാഗും എടുത്തു, 2ഉം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചു പോകാൻ വേണ്ടിയിട്ട് എളുപ്പം. അന്നേരം എഴുന്നേറ്റ് നിന്ന് വെയിറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് എന്റെ ബോഡിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ട്രാൻസിറ്റിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് പോയത്. ദോഹ എയർപോർട്ട് ത്രൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ലാസ്റ്റ് ഇയർ ഒക്കെ അബുദാബിയും ദുബായ് ഒക്കെ. അവിടെ ചെന്നിറങ്ങിയ എന്റെ ആദ്യത്തെ ലക്ഷ്യം എനിക്ക് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ഉറങ്ങാനുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുപ്പിക്കണം. ഞാൻ പറയാൻ മറന്നതാണ്, ഇവിടെ എനിക്ക് 14 മണിക്കൂർ ലേ ഓവർ ഉണ്ട്.
ഫ്ലൈറ്റിന് ഇനിയും 14 മണിക്കൂർ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ഗേറ്റ് നമ്പർ ഒന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പം ഗേറ്റ് ഏതാണെന്ന് ആക്ച്വലി എനിക്ക് അറിയത്തില്ല, പക്ഷെ അറിയാവുന്ന ഒരു ഗേറ്റിലേക്ക് ECDE ആയിരിക്കും എന്നൊരു വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊട്ടും വയ്യാത്തതുകൊണ്ട് ഞാനിവിടെ വന്ന് കിടക്കുവാണെന്നുണ്ടെങ്കിലും ഞാനൊട്ടും കംഫർട്ടബിൾ അല്ലാത്ത കിടപ്പാണ്. അതുകൊണ്ട് ഒരു രസമില്ലാത്ത ഷേപ്പ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇവിടെ വേറെ ആൾക്കാരും വന്ന് കിടക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തൊരു പുള്ളി കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്താൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് വരിക, ഒന്നും ശരിയാവുന്നില്ല. പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് സീറ്റ് ഉണ്ടോ ലൈക്ക് ഇങ്ങനെ ഒരു ആകെ 4-5 മണിക്കൂറേ ആയുള്ളൂ. 5 അല്ല 6 മണിക്കൂറേ ആയുള്ളൂ. എന്നിട്ട് ഞാൻ ടയേർഡാണ് ഗൈസ്. ഇനി എനിക്ക് ഈ ഒരൊറ്റ ഇരിപ്പ് 14 മണിക്കൂർ ഇരിക്കണം. 14 മണിക്കൂർ ഞാൻ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് 14 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണം. അത്ര നേരത്തേക്ക് എൻ്റെ ഈ വയറുവേദന, കാലുവേദന, നടുവേദന എല്ലാം വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതുമാതിരി 15 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അത് അബുദാബിയിലായിരുന്നു. പക്ഷെ അത് ഇതുപോലെയല്ല. അത് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നല്ലൊരു ഇതായിരുന്നു. ഒട്ടും വയ്യ, ഫിസിക്കലി ഒട്ടും വയ്യ. അങ്ങനെ അവിടെ നേരിട്ട് ഞാനൊരു വാഷ്റൂം ഒക്കെ കണ്ടുപിടിച്ച് തൽക്കാലം ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചു. ഇവിടെ എയർപോർട്ടിൽ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്ത് അടിപൊളിയായിട്ടാണ് അവർ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് നല്ല സ്റ്റൈൽ ചെയ്ത് വരുന്നത്. എന്റെ കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. ഇതുപോലൊരു ലൂസ് ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ഒക്കെ ഇട്ട് ഒരു സ്വെറ്റ് പാൻസ് ഒക്കെ ഇടാതെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഇത്രയും ലോങ് ഫ്ലൈറ്റ് ഒക്കെ ആകുമ്പോൾ എനിക്ക് സാധാ പാന്റോ ജീൻസോ ഡ്രസ്സോ ഒന്നും പറ്റില്ല. ഞാൻ പല്ലിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വാഷ്റൂമിലേക്ക് ഒരു വലിയ ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്താണ് കേട്ടോ. പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി മോയ്സ്ചറൈസർ ഒക്കെ തേച്ചു. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ തിരിച്ചു പാക്ക് ചെയ്ത് എടുത്തു വെച്ചു. ഞാൻ കിടന്നിരുന്ന സ്ഥലത്ത് വേറെ ആൾക്കാരുണ്ട് കിടന്നു. പിന്നെ അവിടെ ഞാൻ നേരെ വെച്ച് പിടിച്ച് നടന്നിട്ട് ഈ സ്ഥലത്തെത്തി. ഓരോ നേരം ലാവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണണം എന്നുള്ളത്. ഇത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല, എങ്ങനെയോ നടന്നിടന്ന് വന്നപ്പം സംഭവം കണ്ടു. നമുക്ക് ഇവിടെ വിന്നിപ്പെക്കില് ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇത് ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ഓവറോൾ കാണാനായിട്ട് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് കുറേ ടൈം ഉണ്ട് കളയാനായിട്ട്. അപ്പൊ പിന്നെ ഫുൾ അങ്ങ് ഇറങ്ങി കാണാന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ അകത്തേക്ക് അങ്ങ് രാത്രി ഇരുന്നോട്ടിട്ടേക്കുന്ന ലൈറ്റ് ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഇത്രയും വലിയൊരു എയർപോർട്ടിന്റെ അകത്ത് ഇങ്ങനെ ഇത്രയും പച്ചപ്പും ഹരിതാപൊക്കെ ആയിട്ടിരിക്കണം കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നപ്പം ഒരു നിമിഷത്തേക്ക് എന്റെ വിശപ്പും വയറുവേദന കാലുവേദനയൊക്കെ ഞാൻ മറന്നു. അതിന്റെ അകത്തേക്കിടെ അവിടെ ഇവിടെ ആയിട്ട് കുറേ ആൾക്കാർ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുത്തു തരാനായിട്ട് ആരും കൂടില്ലാത്തതിന്റെ വിഷമം കൂടി. ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ക്യാരി ഓൺ ബാഗിൽ ഒരു കുഞ്ഞു ട്രൈപോഡും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഏതെങ്കിലും നല്ല സിറ്റുവേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പക്ഷെ അതിന് യൂസ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ സാധനം മറ്റേ വലിയ പെട്ടിയുടെ കൂടെ പാക്ക് ചെയ്ത് പറഞ്ഞു. ഇനിയിപ്പോ ഇതുപോലെ സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ് ആകെയുള്ളത്. അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എല്ലാവരും കണ്ടിട്ട് എന്നെ പോലെ തന്നെ ഭയങ്കര ടയർഡായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ആരെയും ശല്യപ്പെടുത്താൻ എനിക്ക് തോന്നിയില്ല. ഇത് ഒരുപാട് നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോർ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എന്തിനു വേണ്ടി ഞാൻ നടന്ന് വന്നേന്നറിയാവോ? ബർഗർ കിങ്ങിന് വേണ്ടി. ഞാൻ നടന്ന് അവിടെ എത്തി ഗൈസ്. എൻ്റെ KFCയും കിട്ടി, എൻ്റെ ബർഗർ കിങ്ങും കിട്ടി. അയ്യോ, ഇനി ഞാൻ തിരിച്ച് എൻ്റെ ഇത് ഏതാണെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് ഗേറ്റ് ഏതാണെന്നുണ്ടെങ്കിലും അവിടെ വരെ ഞാനൊന്ന് കഷ്ടപ്പെടും എത്താനായിട്ട്. പക്ഷേ ഞാൻ ബർഗർ കിങ് കണ്ടുപിടിച്ചു. ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഈ പോഡിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ, കംഫർട്ടബിൾ ആണോ എന്ന് ഞാൻ ട്രയൽ ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെയാണ്, കിടന്ന് ഉറങ്ങാം. വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു. പുറത്തേക്ക് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊന്നാണ് ഇനി ഇരിക്കുന്നത്. എനിവേസ് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ബർഗർ ഞാൻ എടുത്തത് ഒത്തിരി വലിയതായിപ്പോയി എന്ന് തോന്നുന്നു. ഇതിന് കഴിച്ചു കൊടുക്കണം. പ്രൈസും ഉണ്ട്. ഞാൻ എയർപോർട്ടിന്റെ മാപ്പ് നോക്കിയപ്പം എനിക്ക് പരിചയമുള്ളതായിട്ട് ഞാൻ കണ്ടത് ബർഗർ കിങ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് തപ്പി കണ്ടുപിടിച്ചത്. അവിടുത്തെ പ്രൈസിനേക്കാളും ക്യാഷിൽ ഇത്രയും കൂടുതലായുള്ളൂ. അപ്പം ഞാൻ ഇത്രയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ദിസ് ഈസ് സോ ബിഗ്.
ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ കിടന്നൊന്ന് ഉറങ്ങാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് അവിടുന്ന് ഞാൻ പിന്നെയും കുറേ നടന്നു. എന്റെ കണ്ണൊക്കെ ഉറങ്ങാൻ പറ്റാതെ ചുമന്ന് വീർത്തിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു സീറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ ഉള്ള സ്ഥലത്തായിരുന്നു ഉറങ്ങാന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനത് കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ലോഞ്ചിലോ റൂമിലോ ഒക്കെ ഉറങ്ങായിരുന്നു. 72 hours മുന്നെങ്കിലും അത് ബുക്ക് ചെയ്യണമായിരുന്നു. അല്ലാതെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് നോക്കിയതിനെല്ലാം ഭയങ്കര റേറ്റ് ആയിരുന്നു. കയ്യും കഴുത്തൊക്കെ വേദനയായിരുന്നെങ്കിലും എങ്ങനെയൊക്കെയോ ഞാനിവിടെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ലോങ് ലേ ഓവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് റൂമോ ലോഞ്ചോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഇരിക്കുക. അവിടെ നിന്ന് രാവിലെ 8:30 ഫ്ലൈറ്റ്. ഞാനൊരു 4:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. എന്റെ ഗേറ്റ് നമ്പർ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും നേരത്തെ എഴുന്നേറ്റത്. അപ്പോഴത്തേക്കും ഗേറ്റ് നമ്പർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അടുത്തുള്ള ഒരു വാഷ്റൂം കണ്ടുപിടിച്ച് അവിടേക്ക് ഞാൻ വിചാരിച്ച പോലെ ഗേറ്റിലേക്ക് ഒത്തിരി നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ടൈം ഉറക്കം ശരീരത്തിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പോരാത്തിന് വയറുവേദനയും കാലുവേദനയും നടുവിനെയും കേട്ട് ആകെ മൊത്തം ബുദ്ധിമുട്ട്. ഇനി ഇതിലും കഷ്ടമായിരിക്കും 14 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇതുപോലെ ഇരിക്കാനായിട്ട്. പ്രാവശ്യം ഒന്നില്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ സൈഡിലൊക്കെ ടോഡ്ലേഴ്സ് ആവാറാണ്. ഒന്നില്ലെങ്കിൽ സീറ്റിനിട്ട് ഫുൾ ചവിട്ടും കൊത്തുമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് കരച്ചിലായിരിക്കും. അവരുടെ സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കൊന്ന് കണ്ണുപോലും അടയ്ക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. മിക്കവാറും ഈ ഫ്ലൈറ്റിലും അതായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇവിടെ മുഴുവൻ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെ വേറെ ഒന്നുമില്ല. ഈ ബാഗൊക്കെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുമാണ്. എന്നിട്ട് നമുക്ക് ഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകണം. ആൻഡ് ഫോണിന് ചാർജ് ആകെ 13% ഉള്ളൂ. അപ്പോൾ ഞാൻ ഫോണും പോയി ചാർജിനിട്ടിട്ട് വരാം. കൂടെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാം. നമ്മൾ ഇന്നലെ രാത്രി വന്ന വഴി തിരിച്ചു പോവാണ് കേട്ടോ. രാത്രി കണ്ടപ്പോൾ കുറേ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം വേറൊരു വ്യൂ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും കൊള്ളാം. ഇതും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്കടെ കയറി പോവാം. ആക്ച്വലി മുകളിൽ കൂടെ പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി പോവാം. അകത്തേക്കിടയൊക്കെ നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനും സ്ഥലമുണ്ട്. ഇവിടെയാണ് കേട്ടോ വെള്ളം കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം. ആൾക്കാർ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഞാൻ തിരിച്ചു കയറി. ഇതുപോലെ ദുബായ് എയർപോർട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിപ്പോ ദോഹയും കൊള്ളാം. ഞാൻ ഒത്തിരി ടയർഡ് ഒന്നും അല്ലായിരുന്നെങ്കിൽ മേ ബി ഞാൻ കുറച്ച് കടകളിലൊക്കെ കയറി എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത് കറക്റ്റ് പാതിരാത്രി പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാരില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി തന്നെ എടുക്കാമല്ലോ. ദൈവം സഹായിച്ച് ഫ്ലൈറ്റ് ഒന്നും ഡിലേ ആയിട്ടില്ല, ക്യാൻസൽ ആയിട്ടില്ല. എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അതൊരു വലിയ സംഭവം. എനിക്ക് ഇനിയും ഒരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് മോൺട്രിയലിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും മിസ്സാവും. പിന്നെ അടുത്തത് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് ആകെ മൊത്തം സീൻ. അപ്പൊ ഈ ഒരു വ്യൂവിന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ എന്റെ ഗേറ്റിലേക്ക് വിടുവാണ്. ചാർജില്ല. പിന്നെ ഞാൻ ഗേറ്റ് കണ്ടുപിടിച്ച് ഫോൺ ചാർജിന് ഇട്ടിട്ടായിരിക്കും അടുത്ത വീഡിയോ ഇടുക. നല്ല രസമുണ്ട്. നല്ല മണല് ഡെസേർട്ട് പോലെ ഇല്ലേ ഇങ്ങനെ വരുന്ന കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ കാണാൻ ഭംഗിയുള്ള കുറേയും സ്റ്റോറുകളും കുറേ ക്യൂട്ട് കഫേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിലൊന്നും പോയില്ല. എല്ലാം ഇങ്ങനെ കണ്ട് നടന്നു. നേരെ ഞാനൊരു കുഞ്ഞു കഫേ കയറി ഒരു ലാറ്റയും ക്രസോണൊക്കെ വാങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ഇനി ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും ഒരു ഹെവി മീൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇത്രയും ലോങ് ഫ്ലൈറ്റ് ആണ്. പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ്. അപ്പൊ നല്ലൊരു മീൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തൽക്കാലം കുഞ്ഞു ഓർഡർ ആയി. ഞാൻ എന്റെ ഗേറ്റ് കണ്ടുപിടിച്ച് അതിന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ലാറ്റയും കൊള്ളായിരുന്നു. ക്രസോണും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിരുന്നു. ഇന്നലത്തെ എന്റെ ഒരു ഊഹം ശരിയായിരുന്നു. സി തന്നെയായിരുന്നു ഗേറ്റ്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 1.5 hours ഉണ്ട് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. നമ്മളിനി മോൺട്രിയലിലേക്ക് പോകാനായിട്ട് ക്യൂ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആകെ ഞാൻ ഭയങ്കര ടയർഡാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊരു ഇൻട്രസ്റ്റ് പോയി. ഇനിയിപ്പോൾ പിന്നെയും 15 മണിക്കൂർ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇറങ്ങി പെട്ടികളൊക്കെ എടുത്ത് പിന്നെയും ഉണ്ട് ഒരു 3-4 മണിക്കൂർ. വലിയ ക്യൂ ആണ്. ഞാനിവിടെ എത്തിയുള്ളൂ. ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ് ഗൈസ്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നോണ്ട് ഞാൻ അന്നേരം വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് എല്ലാം സെറ്റായി വന്നിരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ എടുത്തത്. അപ്പോഴത്തേക്കും അവർ ഫുഡായിട്ട് വന്നു. ഖത്തർ എയർവേസ് ആയിരുന്നു കേട്ടോ. സീറ്റൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു. ഇത്രയും ലോങ് ട്രിപ്പ് ആയിരുന്നോണ്ട് അവർ നമുക്ക് ബ്ലാങ്കറ്റും പില്ലോയും ഇയർ പ്ലഗ്സും ചെറിയ ഹെഡ്സെറ്റും പിന്നെ അത്യാവശ്യം വേണ്ട ടോയ്ലറ്ററീസ് ഒക്കെ തരും. ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങാമെന്നൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ
ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റിൽ വൈഫൈ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. യൂഷ്വലി നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വൈഫൈ എടുക്കാറ്, ഇതുപോലെ വല്ലപ്പോഴൊക്കെയാണ് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടുന്നത്. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഡ്രിങ്ക് വന്നു. ഞാൻ കുടിക്കാനായിട്ട് ഹോട്ട് കോഫിയും പിന്നെ മാംഗോ ജ്യൂസ് ആണ് കേട്ടോ. അങ്ങനെ ടൈം ഒക്കെ എടുത്ത് ഫുഡൊക്കെ സാവധാനം കഴിച്ച് ഞാൻ പയ്യെ കാണാനായിട്ട് എന്തെങ്കിലും മൂവീസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ഒരു 4 മലയാളം മൂവീസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരുപാട് മൂവീസും ഷോസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ലാംഗ്വേജ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കൺട്രി നോക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പല പല ഇതിനകത്തും നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ജയ 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 ഹേ കാണാന്ന് വിചാരിച്ചു. ഒരു 100 പ്രാവശ്യം കണ്ട മൂവിയാണ്, പക്ഷെ എന്തായാലും കോമഡി ആണല്ലോ എന്ന് വിചാരിച്ച് കണ്ടു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച് സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ ന്യൂസ് അറിഞ്ഞത്. ജൂൺ 12 എയർ ഇന്ത്യ ക്രാഷ് ആയത്. അതും ഞാൻ മിഡ് എയറിൽ നിൽക്കുമ്പോൾ എനിക്ക് അന്നേരം ഉണ്ടായിരുന്ന ടെൻഷനും വിഷമവും എന്റെ ഫീലിങ്സ് എന്തായിരുന്നുള്ളത് എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോലും പറ്റില്ല. അതും എയർ ഇന്ത്യ ആയിരുന്ന ഞാൻ അതും ക്യാൻസൽ ചെയ്ത് ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത സെയിം വൈഫൈ ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് ഞാൻ ആ ന്യൂസ് അന്നേരം കണ്ടത്. അത്രയും പേരൊക്കെ മരിച്ചു എന്നും കൂടെ കേട്ടപ്പോഴത്തേക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതും ഓർത്ത് ടെൻഷൻ അടിച്ച് ഞാൻ കുറേ നേരം അതിന്റെ ലൈവ് അപ്ഡേറ്റ്സും ന്യൂസും എല്ലാം കണ്ട് ടെൻഷനും അടിച്ച് ഞാൻ ഉറങ്ങുക. കുറേ ടൈം പോയി. പിന്നെയും നെക്സ്റ്റ് മീല് വന്നു. ഇപ്രാവശ്യം ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ഞാൻ എല്ലാം കഴിച്ചു. അതും കഴിച്ചു പിന്നെയും ഫോൺ നോക്കി കുറെ നേരം ഇരുന്നു. പിന്നെ ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോൾ ഇനി ലാൻഡ് ചെയ്യാനായിട്ട് ആകെ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ന്യൂസ് കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് താഴെ എത്തിക്കിട്ടിയാൽ മതി എന്നായിരുന്നു എന്റെ മനസ്സിൽ. യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ച് അടുക്കി പറക്കി വെച്ചു. പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഞാൻ മോൺട്രിയൽ എയർപോർട്ടിലാണ്. കാനഡയിൽ തന്നെയാണ്, പക്ഷെ വേറെ പ്രോവിൻസിലാണ്. ഇനി അവിടെ നിന്നും ഒരു 4.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്. അതിനു മുന്നേ ഈ ഇമിഗ്രേഷന്റെ പരിപാടി ഒന്ന് കഴിഞ്ഞു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ സംഭവമൊക്കെ കഴിഞ്ഞ് ഞാൻ ബാഗ് കളക്ട് ചെയ്യാനായിട്ട് ഇനി ഇവിടെ നിന്ന് എന്റെ 23 കിലോ ഉള്ള 2 പെട്ടികളും തൂക്കിയെടുത്ത് ഞാൻ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. ഒന്നാമത് എനിക്ക് ഒട്ടും വയ്യ. പിന്നെ ഈ സാധനം കൂടെ വലിച്ചു ചോന്നെടുത്തോണ്ട് പോയി എന്റെ നടുപൊടിയെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടും എന്റെ പെട്ടി മാത്രം വന്നില്ല. ഇതൊരു 10 റൗണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് എനിക്ക് എന്റെ പെട്ടി 2 കിട്ടിയത്. അവിടെ നിന്നും കുറെ നടക്കാനുണ്ടായിരുന്നു ഈ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത്. പോരാത്തത് മോൺട്രിയലാണ്. ഇവിടെ ഇംഗ്ലീഷിനൊക്കെ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് ആണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ചിൽ ഒരു തേങ്ങ അറിയില്ല. എന്നാലും എങ്ങനെയൊക്കെയോ പോകേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടു. ഇത്രയും പരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി. പിന്നെ എങ്ങനെയെങ്കിലും കാനഡ എത്തിപ്പെട്ടതുകൊണ്ട് ഇനി എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ടിം കണ്ടു നേരെ അങ്ങോട്ട് വിട്ടു. കാര്യം ഞാൻ 2 ആഴ്ചത്തേക്കേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ടിം ഞാൻ വല്ലാതെ മിസ് ചെയ്തു. ആകെ മൊത്തം ഫുള്ളി ടയർഡാണ്. എൻ്റെ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആയി. 2 മണിക്കൂർ ഉറങ്ങാത്ത കാരണം എൻ്റെ കണ്ണൊക്കെ ഇപ്പോഴും ചുമന്നിരിക്കുന്നുണ്ട്. കുളിക്കാത്ത കാരണം സ്കിന്നൊക്കെ ഏതാണ്ട് പോലെ ഇരിക്കുന്നുണ്ട്. എനിവേസ് ഞാനവിടെ കോഫി മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഉറക്കം വന്ന് കണ്ണൊക്കെ അടഞ്ഞു പോകുക. പിന്നെ ഞാനൊരു ചോക്ലേറ്റ് ചിപ്പ് മഫിനും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നണ്ട. ഞാൻ ഉറങ്ങത്തില്ലായിരിക്കും. ചുറ്റും നിറച്ച ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ള സ്ഥലത്ത് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അത്രയും ആൾക്കാരൊക്കെ ഉള്ളപ്പം എനിക്ക് ബാഗൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ച് ധാരയിലൊക്കെ എടുത്തിട്ട് പോകുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഉറങ്ങാൻ നോക്കി. ഞാൻ കിടന്നപ്പോൾ തൊട്ട് എന്റെ കണ്ണിൽ നിന്ന് നിർത്താതെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കരഞ്ഞതൊന്നുമല്ല. കരയാനായിട്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ക്ഷീണം മാത്രമേ ഉള്ളൂ. എന്നാലും നിർത്താതെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. കറക്റ്റ് സമയത്ത് പിന്നെയും അനൗൺസ്മെന്റ്, പിന്നെയും 1 അവർ ലേറ്റ് ആയെന്ന് പറഞ്ഞു ഫ്ലൈറ്റ്. ഞാനൊരു 1.5 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്നേക്കുവാണ്. അപ്പം ഞാൻ ഓർത്ത് ഇനിയും കറക്റ്റ് ഒരു 1 മണിക്കൂറും കൂടെ ഉണ്ട്. എൻ്റെ ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ചെയ്യും. ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. എനിവേസ് ഞാൻ ഇവിടെ ടീമിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ വിചാരിച്ചു പോയി ഒരു കോഫി കുടിച്ചിട്ട് വരാമെന്ന്. കാരണം 4 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കണുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി നന്നായിട്ട് വിശക്കണുണ്ട്. ഫ്ലൈറ്റിൽ കയറിയാലും ഇനി വൈകുമെന്ന് തോന്നുന്നു. ബിക്കോസ് ഇനി ഫ്ലൈറ്റ് അവിടെ എത്താനായിട്ട് 8 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. ഇനിയിപ്പം 11:15 എത്തുള്ളൂ. എനിവേസ് ഞാനിപ്പോൾ നിലവിൽ ടിമ്മിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിമ്മിൽ നിന്ന് ജസ്റ്റ് ഒരു കോഫി മാത്രം കുടിക്കാം. കാരണം ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഇതെനിക്കില്ല, ഞാൻ ചിലപ്പോൾ ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു കോഫി മാത്രം കുടിക്കാം. പിന്നെ ഫ്ലൈറ്റ് അത്രയും നേരം ഡിലേ ആയതുകൊണ്ട് ഒരു $15 ഒരു വൗച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് പോയി കോഫി മേടിച്ചു, ഒരു കുക്കി വാങ്ങി, പിന്നെ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കുക്കി, പിന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങി. ഞാൻ വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വൗച്ചർ ഞാൻ നോക്കിയപ്പം എയർപോർട്ടിൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഫുള്ള് മേടിച്ചിട്ടുണ്ട്.
അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്റെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഫ്ലൈറ്റിൽ ഞാൻ കയറി. ഇതൊരു 4.5 മണിക്കൂർ 4.75 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫുഡൊന്നും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഉറക്കം മാത്രമായിരുന്നു ഇതിനകത്ത് എന്റെ ലക്ഷ്യം. ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വാങ്ങിയ വെള്ളമൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ആ വെള്ളവും കുടിച്ച് ഞാൻ നേരെ ഉറങ്ങാനായിട്ട് കയറി. സീറ്റൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞാൻ വിന്നിപെക്കിൽ. ഇവിടെ നിന്ന് ആക്ച്വലി എനിക്ക് ഇനിയും ഡ്രൈവ് ചെയ്യാനുണ്ട്. ഒരു 2.5 hours ഡ്രൈവ് ചെയ്താലേ ഞാൻ കറക്റ്റ് എന്റെ പ്രോപ്പർ എന്റെ ടൗണിൽ എത്തുള്ളൂ. പക്ഷെ സ്റ്റിൽ തിരിച്ച് നമ്മളുടെ സ്ഥലത്ത് എത്തി എന്നൊരു ഫീലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ടെങ്കിലും തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എനിക്ക് ഒത്തിരി സങ്കടമൊന്നുമില്ല. എനിക്ക് സന്തോഷം തന്നെയാണ്. ബിക്കോസ് ഇതും എൻ്റെ വീടാണ്. ഞാനപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി വീണ്ടും അവിടെ നിന്ന് കീറ്റിവിട്ട പെട്ടികളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് നേരെ പോകും. ഇവിടെയും കുറെ ടൈം എടുത്തോട്ടോ പെട്ടി കിട്ടാനായിട്ട്. ഒരു 8-10 റൗണ്ടെങ്കിലും ഇത് പോയി വന്നപ്പോഴാണ് എനിക്ക് പെട്ടി കിട്ടിയത്. ഇവിടെ പക്ഷെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം നമുക്ക് ഇനി വേറെ എവിടേക്ക് ഇത് കയറ്റി വിട്ടുണ്ടല്ലോ, ഇനി നേരെ വീട്ടിൽ പോയി സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങാലോ എന്ന് ഓർത്തപ്പം എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇപ്പൊ എനിക്ക് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോകാനുള്ള എനർജി ഇല്ല. അതുകൊണ്ട് ഞാൻ നേരെ വിട്ടത് ഇങ്ങോട്ടേക്കാണ്. കാണുന്നുണ്ട്, കുടുവിന്റെ പുതിയ അപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്തായിരുന്നു ഇവര് മൂവ് ചെയ്ത്. ഞാൻ അതുകൊണ്ട് ഒരു അപ്പാർട്ട്മെന്റ് ടൂർ തന്നെ നടത്തുമായിരുന്നു. കാരണം ഇതും നമ്മുടെ വീട് തന്നെയാണല്ലോ. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് ഉറപ്പുവരുന്നു. ഞാൻ 8 മണിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച പാവങ്ങൾ എനിക്ക് ഡിന്നർ ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ കാണുന്നത്. 8 മണിക്ക് വരേണ്ട ഞാൻ 12:30 കഴിഞ്ഞപ്പോഴാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഈവൻ പാതിരാത്രിയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പോലെ ഫുഡ് ഉണ്ടാക്കി വെച്ച് ഇവരിവിടെ നോക്കിയിരിക്കാറുണ്ട്. കൂടെ പിന്നെ അടിപൊളി ഷെഫായോണ്ട് ഒന്നും പറയാനില്ല. വയറ് നിറച്ച് ഞാൻ ബിരിയാണി. അതും കഴിഞ്ഞ് നേരെ പോയി 2 ദിവസങ്ങൾക്ക് ശേഷം കുളിച്ച് ഫ്രഷ് ആയി നേരെ കിടന്നുറങ്ങാം. അപ്പൊ ഈ വീഡിയോ ഇവിടം വരെ കണ്ടെത്തിയ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആയിരുന്നു എന്നറിയാം, എന്നാലും ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.